വെൽക്കം ടു വൈൽഡ് മേലോ. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. താലോലം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ഹൃദ്യം. 18 വയസ്സ് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഹൃദ്യം. മഴവില്ല്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി മഴവില്ല്. ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സർക്കാർ ജാഗ്രതാ യജ്ഞം. അതാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സർക്കാരിന്റെ ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. ബാലമുകുളം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. സഹിതം. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. സുകൃതം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആയുഷ്. കേരള സർക്കാർ ആയുർവേദ യുനാനി ഹോമിയോ സംയോജിത പദ്ധതിയാണ് ആയുഷ്. കേരള സർക്കാർ ആയുർവേദ യുനാനി ഹോമിയോ സംയോജിത പദ്ധതി ആയുഷ്. വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം. വയോ അമൃതം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോ അമൃതം. വയോമധുരം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം. ശുഭയാത്ര. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതി. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതിയാണ് ശുഭയാത്ര. ശ്രുതിതരംഗം. ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതിതരംഗം. ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതിയാണ് ധ്വനി. കാതോരം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി.
കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോരം. സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. അതിജീവനം ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി തൃശൂർ ജില്ല ആരംഭിച്ച പദ്ധതി. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി തൃശൂർ ജില്ല ആരംഭിച്ച പദ്ധതി അതിജീവനം. തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവം. സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട്. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതി. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതി. സ്നേഹപൂർവം പദ്ധതി HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹപൂർവം പദ്ധതി. ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ജീവനി. ആർദ്രം മിഷൻ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആർദ്രം മിഷൻ. മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി മൃതസഞ്ജീവനി. ഹരിതാലയം കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതിയാണ് ഹരിതാലയം. കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഹരിതാലയം. ഓപ്പറേഷൻ ദം വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ദം. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ദം. ചിരി പദ്ധതി മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ചിരി പദ്ധതി. ബട്ടർഫ്ലൈസ് ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ബട്ടർഫ്ലൈസ്. ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ബട്ടർഫ്ലൈസ്. ജീവനി വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിന്റെ പുതിയ പദ്ധതി. വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിന്റെ പുതിയ പദ്ധതി ജീവനി. ജീവനിയുടെ മുദ്രാവാക്യം നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ജീവനിയുടെ മുദ്രാവാക്യം നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ശ്രവണ സൗഹൃദ കേരളം നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ശ്രവണ സൗഹൃദ കേരളം. നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ശ്രവണ സൗഹൃദ കേരളം. മാതൃയാനം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി മാതൃയാനം. ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി.
കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി ജനനി ജന്മരക്ഷ. കനിവ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പുരോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതി. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പുരോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതി കനിവ്. ഉഷസ്. കേരളത്തിലെ നഗരചേരിക്കുള്ളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ നഗരചേരിക്കുള്ളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഉഷസ്. ആശ്വാസകിരണം. ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ആശ്വാസകിരണം. ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ആശ്വാസകിരണം. ആരോഗ്യകിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരോഗ്യകിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരോഗ്യകിരണം. ബ്രേക്ക് ദി ചെയിൻ. കോവിഡ്-19 രോഗവ്യാപനം തടയാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ബ്രേക്ക് ദി ചെയിൻ. കോവിഡ്-19 രോഗവ്യാപനം തടയാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി ബ്രേക്ക് ദി ചെയിൻ. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. അംബാസഡർ ആരാണ്? മമ്മൂട്ടി. ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ്. മെഡിസെപ്പ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. അതാണ് മെഡിസെപ്പ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കായി അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കായി അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി സ്മൈൽ. സമ്പുഷ്ട കേരളം. സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി സമ്പുഷ്ട കേരളം. നയനാമൃതം. പ്രമേഹജന്യമായ നേത്രരോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK-യുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി. പ്രമേഹജന്യമായ നേത്രരോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK-യുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി നയനാമൃതം. ആയുഷ് ഗ്രാമം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ആയുഷ് ഗ്രാമം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ആയുഷ് ഗ്രാമം. രാരീരം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശുക്കളുടെ പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി രാരീരം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശുക്കളുടെ പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി രാരീരം. ഇ-സഞ്ജീവനി. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് സൗജന്യമായി ഡോക്ടറെ കണ്ട് ചികിത്സ നേടാനായി സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതി. അതാണ് ഇ-സഞ്ജീവനി. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് സൗജന്യമായി ഡോക്ടറെ കണ്ട് ചികിത്സ തേടാനായി സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതി ഇ-സഞ്ജീവനി. വഴികാട്ടി. യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി.
യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. സെഹത് ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതിയാണ് സെഹത്. ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി സെഹത്. സുഖായുഷ്യം കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഖായുഷ്യം. കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സുഖായുഷ്യം. എൽസ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എൽസ. അപ്പം ഇത്രയും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.